അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ആക്ച്വലി ഇതുണ്ടോ, ഇത് ഹൈവേ ആണ്, മെയിൻ ഹൈവേ. അപ്പോൾ ഈ ഹൈവേൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. ക്രോസ് ചെയ്ത 400 ദിറംസ് ഫൈനാണ്. പക്ഷേ എന്നിട്ടും ആളുകളൊക്കെ ക്രോസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. നമുക്ക് ബസ്സിൽ ഉള്ളിലേക്ക് കയറാം. വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് അത്ര എഫക്റ്റ് ആകുന്നുണ്ടാവും അല്ലേ? എനിക്ക് നേരിട്ട് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നുണ്ടാവും. ഇന്ന് ഞാൻ ഫുജറയിൽ നിന്ന് ബസ്സിന് ദുബായ് വരെ പോകുന്നൊരു വീഡിയോ എടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ, അതായത് ഫുജറയിൽ നിന്ന് ബസ്സിന് ദുബായിലേക്ക് ഒന്ന് കാണിക്കാൻ ഹൈവേയിലേക്ക് എത്തി. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുന്ന സമയത്ത് കാണിച്ചിരുന്ന ആ ഹൈവേ ആണിത്. ആ ഹൈവേ ആണിത്. അപ്പോൾ ആ ഹൈവേൻ്റെ മുമ്പിലെ കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ബസ് ഇതാ ദോ അവിടെ നിൽക്കുന്നില്ല, അത് ബസ് സ്റ്റോപ്പാണത്. ദോ അങ്ങ് അവിടെ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ആക്ച്വലി ഇതുണ്ടോ, ഇത് ഹൈവേ ആണ്, മെയിൻ ഹൈവേ. അപ്പോൾ ഈ ഹൈവേൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. ക്രോസ് ചെയ്ത 400 ദിറംസ് ഫൈനാണ്. പക്ഷേ എന്നിട്ടും ആളുകളൊക്കെ ക്രോസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. വന്ന ദിവസം അറിയാതെ ഞാനൊന്ന് ക്രോസ് ചെയ്ത് പോയി. പിന്നെയാണ് പെനാൽറ്റി കണ്ടത്. പെനാൽറ്റി റോഡുണ്ട്, ഇതാ ഞാൻ കാണിച്ചു തരാം. ഫൈൻ ഫോർ ജെ വാക്കിംഗ് ഹെഡ് 400 ദിറം. ഫൈൻ്റെ ബോർഡാണ്. $400 ഫൈനുണ്ട്. നമ്മൾ അത് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് അവിടെ ഒരു ടണലുണ്ട്. ആ ടണലിൻ്റെ അടിയിലേക്ക് കൂടെ പോയിട്ട് നമുക്ക് അവിടെ എത്താം. ബസ് ഇതോ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുജറ നോക്കിയാൽ നല്ല രസമുള്ള ചെറിയ, അന്ന് പറഞ്ഞ പോലെ ചെറിയ സിറ്റി. ഓക്കെ, ബസ് രാവിലെ 5:30 മുതലുണ്ട് ഇവിടുന്ന് ദുബായിക്ക് ബർദുബായിക്കല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം പറ്റി പറയുന്നതിൽ യൂണിയൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇനി 3:22 ബസ് ഉണ്ട്. ഇപ്പോൾ സമയം 3 മണി, 3:05 ആവാനായി. 5:10 20 അവിടെ എടുക്കും. അപ്പോഴത്തേക്ക് അവിടെ എത്തണം. ഇതാ പെഡസ്ട്രിയൻ കോഴ്സ്. ഇതാ ഈ ഹൈവേ ക്രോസ് ചെയ്യാനുള്ള പെഡസ്ട്രിയൻ ക്രോസാണ്. ഉണ്ടോ, ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ലിഫ്റ്റ് ഉണ്ട് അവിടെ, പക്ഷേ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നതൊന്നും അറിയില്ല. ഞാൻ പ്രാവശ്യം നോക്കി നോക്കുന്നത് വർക്ക് ചെയ്യുന്നില്ല. വിജനമായ പെഡസ്ട്രിയൻ കോഴ്സ് വർക്ക് ചെയ്യുന്നില്ല. ക്യാമറയൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിലും ക്യാമറ, മേലെയും ക്യാമറ, കണ്ടോ, മേലെയും ക്യാമറ. ബസ്സിലേക്ക് പോട്ടെ. 3:10 ആവാനായിട്ട് 10 കഴിഞ്ഞു. ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്, ഇനി എടുത്തിട്ടില്ല. ബസ് അവിടെ തന്നെ ഉണ്ട്. മദീന സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ നാട്ടുകാരുടെ സൂപ്പർ മാർക്കറ്റാണ്. അതാണ് ബസ് സ്റ്റോപ്പ്, കണ്ടോ. അതിനടുത്ത് തന്നെ കുറേ ടാക്സികളൊക്കെ ഉണ്ട്. ടാക്സിയിലൊക്കെ ഫെയർ കൂട്ടില്ല. ഇതിന് 25 ദിറംസാണ് ആണ്. എനിക്ക് പറഞ്ഞു തരാം. ബസ് പുറപ്പെടാൻ ഒരു 5-10 മിനിറ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി എന്നാൽ പുറത്ത് വന്നിട്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഈ കാണുന്ന ടാക്സിയൊക്കെ ഷാർജ, ദുബായിലൊക്കെ പോവാണ്. ഇതിന് 50 ദിറംസാണ്, ബസ്സിന് 25 ദിറംസ്. ഇത് കാണുന്ന ടാക്സിയൊക്കെ. നമുക്ക് ബസ്സിൽ ഉള്ളിലേക്ക് കയറാം. ബസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഓക്കെ, ഏറ്റവും പിന്നിൽ വന്നിരുന്നതാണ്. വീഡിയോ എടുക്കുന്നുണ്ട്, നല്ല ലോങ് വ്യൂ കിട്ടും. ആളുകളൊക്കെ വന്നു തുടങ്ങി. കുറച്ചാളേ ഉണ്ടായിരുന്നുള്ളൂ. LED TV സ്റ്റോപ്പിൻ്റെ ഓക്കെ കാണിക്കും.
എയർപോർട്ടിൻ്റെ ഭാഗങ്ങളെ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മലനിരകളുടെ അടുത്താണ് എയർപോർട്ട് വന്നത്. ഫ്ലൈറ്റൊക്കെ കാണുന്നത് ഈ മരങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് ഉണ്ടോ? ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടുണ്ടോ? അന്ന് നമ്മൾ വന്ന വഴിയാണ്, പക്ഷെ അന്ന് നമുക്ക് കാറിലായതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം നോക്കിയാൽ ഫുജേറ ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. നോക്കിയല്ലേ, ഫുജേറ ബസ് സ്റ്റേഷനിലുള്ള ഇത് ഇങ്ങനൊരു കാട്, നോവൽ കാട്. പണ്ടത്തെ ബ്ലോഗിൽ കാണിച്ചിരുന്നു, മെട്രോൻ്റെ ബ്ലോഗിൽ. നോവൽ കാട് ഇത് വാങ്ങണം, ഇതിന് 10 dirhams കൊടുത്ത് വാങ്ങണം. എന്നിട്ട് 25 dirhams ഞാൻ റീചാർജ് ചെയ്തു. ഇത് ബസ്സിൽ കയറുന്നത് സ്വാപ്പിംഗ് മെഷീനുണ്ട്, അവിടെ കാണിച്ചിട്ട് മാത്രമേ നമുക്ക് ബസ്സിൽ പോകാൻ പറ്റൂ. ഇത് മെട്രോയിൽ യൂസ് ചെയ്യാം, ബസ്സിൽ യൂസ് ചെയ്യാം, പിന്നെ എന്താ പറയുക വാട്ടർ മെട്രോ ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫുജറ ബസ് സ്റ്റേഷൻ. അങ്ങനെ ഫുജറ ബസ് സ്റ്റേഷനിൽ ബസ് പുറപ്പെട്ടു. ബസ്സിലായതുകൊണ്ട് എത്ര മണിക്കൂറാണെന്ന് കറക്റ്റ് പറയാൻ അറിയില്ല. റണ്ണിങ് ടൈം ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പോകുമ്പോൾ 1.5 മണിക്കൂർ കണ്ടാകും. ഇതെത്ര ടൈമാണെന്ന് അറിയില്ല. നമുക്ക് ഇപ്പം കണ്ട ചെറിയ റൗണ്ട് ബോട്ടാണ്. നോക്കിയേ എന്ത് രസമല്ലേ കാണാൻ. മലേൻ്റെ അടുത്ത് ഭയങ്കര അടുത്തേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കും. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര എഫക്റ്റ് ആകുന്നുണ്ടാവും അല്ലേ? എനിക്ക് നേരിട്ട് കാണുമ്പോൾ എന്തൊരു ഭംഗിയെന്നുള്ളത്. വീണ്ടും അടുത്തെത്തിയേ. പൊളിച്ച് കാറിൽ പോകുന്ന കാഴ്ചകൾ പോലെ ബസ്സിൽ പോകുന്ന കാഴ്ചകൾ രണ്ടും വെറൈറ്റി അല്ലേ? ബസ്സിൻ്റെ രസം ഹൈറ്റിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസം, എന്തോ ഭംഗിയില്ലേ. കാറിൽ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് കഴിക്കും. ബസ് ഒരു മിതമായ സ്പീഡിൽ പോകുമ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന സമയത്ത് ഇതേപോലെ ഞാൻ പറഞ്ഞു, നോക്കിയാൽ നല്ല അടിപൊളി അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നോക്കിയിട്ട് ഇവിടെയെല്ലാം കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. കൃഷി ചെയ്യുന്നുണ്ട്, നല്ല പച്ചപ്പുള്ള നല്ല സ്ഥലങ്ങൾ. അതൊക്കെ ഒരു ഗ്രാമം പോലെയല്ല, ഗ്രാമം തന്നെ. ചെറിയ ചെറിയ കൃഷി സ്ഥലങ്ങൾ. LED TV-യിൽ എവിടെയൊക്കെ നെക്സ്റ്റ് സ്റ്റോപ്പ്, അതൊക്കെ ടൈം എത്ര മിനിറ്റ് കൊണ്ട് എത്തും എല്ലാം കൊടുത്തിട്ടുണ്ട്, അതിന് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു ഫ്രൈഡേ മാർക്കറ്റിനെ കുറിച്ചൊക്കെ. ബസ് പോകുന്ന വേറെ റൂട്ടിലാണ്, നമ്മൾ വന്ന വേറെ റൂട്ടാണ്. പോകുന്ന വഴിക്ക് ഫ്രൈഡേ മാർക്കറ്റിൽ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന രീതി കാണിച്ചിട്ടുണ്ട്. ഇതൊരു വേറൊരു ടൗണാണ്, മസഫി എന്ന് പറഞ്ഞ ടൗൺ. ആളുകൾ ഇറങ്ങുന്നുണ്ട്, അതേപോലെ കയറുന്നുണ്ട്. Next stop is Mozambique Friday Market. അങ്ങനെ ഞാൻ പറഞ്ഞു ഫ്രൈഡേ മാർക്കറ്റ്, കഴിഞ്ഞ വ്ളോഗ് പറഞ്ഞ ആ സ്ഥലമാണ് ഇത് കാണുന്നത്. കണ്ടോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫുജറയിലുള്ള. ഇവിടെ ഇതിനടുത്ത് നടത്തിയ കൃഷി നടത്തിയിട്ടുള്ള ഫ്രൂട്ട്സിനും ഹാൻഡിക്രാഫ്റ്റ്സിനും ഫർണിച്ചറുകളും അങ്ങനെ നിറച്ചും കിട്ടുന്ന വിലക്കുറവിൽ കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പുറത്ത്
പറഞ്ഞിട്ടില്ലേ, തെയ്തിന് നമുക്ക് പോകാൻ പറ്റും, ഫിജർക്ക് പോകാൻ പറ്റും. അത് ഈ റോഡാണ് കേട്ടോ, നമ്മളിപ്പം വന്നുകൊണ്ടിരിക്കുന്ന റോഡാണ്. നോക്കിയിട്ട് തെയ്തിൻ്റെ അടുത്തുള്ള ചെറിയ ഗ്രാമങ്ങൾ, അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ വീടുണ്ട്. പിന്നെ കൂടുതൽ ഫാമുകളുണ്ടാവും, പിന്നെ മൃഗങ്ങൾ, അതായത് ആട് ഇതൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ മാറി മാറി അങ്ങോട്ടേക്ക് മാറി അപ്പോൾ ആൾക്കാർ കഴിക്കുന്നതാണെങ്കിൽ നിങ്ങൾ മാറി മാറി അവിടെ ഇരുന്ന് ഇത്ര നേരം അടിപൊളി റൗണ്ട് പോട്ട്. ആ സമയത്ത് അപ്പുറത്ത് അവിടെ ഇരുന്ന് ഇത്ര നേരം, അവിടെ ഇരുന്ന് ഇത്ര നേരം ഇപ്പുറത്തിൽ കൂടെ വന്നു. അടിപൊളി ഒരു പള്ളിയാണ്, എന്ത് രസം കാണേ. വാ, എന്നാ സൂപ്പർ അല്ലേ. എനിക്ക് അയ്യോ ഒരു സംഭവം കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ, സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ. അയ്യോ ക്ലിയർ ആവുന്നില്ലല്ലേ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ കേട്ടോ, നമുക്ക് തന്നെ നിർത്തേണ്ട സ്ഥലമായി, നമുക്ക് തന്നെ ഇറങ്ങേണ്ട സ്ഥലത്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്യാം. അവിടെ നല്ല സെൻസർ അങ്ങനെ ബട്ടൺ ഞാൻ ഇപ്പം ശ്രദ്ധിച്ചത്. ഞാനിങ്ങനെ എ സി, ഭയങ്കര എ സി അങ്ങോട്ടാക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ബട്ടൺ കാണുന്നത്. തെയ്തെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കാണിച്ച ആ റോഡാണ്. അതായത് വഴി മാറി പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വീട്ടുകാർ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകാൻ ചെയ്തു. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വഴിയുണ്ട്. നമ്മളിപ്പോൾ വന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്, വന്ന വഴിയാണ് കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോയാൽ മതിയാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രൈഡേ മാർക്കറ്റ്, അങ്ങനെ അത് വഴി നമുക്ക് കയറി എത്താൻ പറയും. നമ്മളിവിടെ തിരിച്ചു പോയി. കഴിഞ്ഞ പ്രശ്നം അങ്ങനെ ഒന്നും പറ്റി ബസ്സിനൊന്നുള്ളത് മനസ്സിലായി. എനിക്കറിയായിരുന്നു ഇത് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനി യൂണിയൻ എത്തും. അവിടെ നിന്ന് മെട്രോയിൽ പോകുന്ന കാഴ്ച യൂണിയനിലെത്തും. പിന്നെ അവിടെ നിന്ന് മെട്രോയിൽ പോയിട്ട് വരാം. ഷാർജ ടാക്സിയാണ്, അതാണ് ഷാർജ ടാക്സി. ഇത് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തിയിരിക്കുക. ഇത് പോസ്റ്റ് ഓഫീസിൽ ആളുകൾ കുറേ കയറാനുണ്ട്, ഒന്നും കാണുന്നില്ല. ഈ കാണുന്നതാണ് ഇത്തിഹാഡ് റെയിൽ. എല്ലാ ടൈപ്പിലെ കരാമയിലുള്ള മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിലല്ലേ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. മെട്രോയിൽ വന്നു, ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ബസ്സിൽ ഭയങ്കര തിരക്കൊക്കെ ആയിപ്പോയി. പിന്നെ നോക്കുമ്പോൾ എന്താ പറയുക, പിന്നെ വന്ന റൂട്ട് തന്നെയല്ലേ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിൽ, കരാമ മെട്രോ സ്റ്റേഷൻ പണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിയട്ടെ, ഇതാ അങ്ങനെ രാത്രിയായി. സമയം ഇപ്പം 6:20. ദുബായിലെ ഡബിൾ ഡെക്കർ ബസ് കണ്ടോ. കരാമയുടെ ചെറിയൊരു ഭാഗം ഞാൻ ഇങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കരാമയുടെ ചെറിയൊരു ഭാഗം രാത്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഞാൻ ആദ്യമായി കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ നല്ലൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു.